ഹലോ മച്ചന്മാരെ, നമ്മുടെ ഇവിടെ എന്താ പറയുക, ശല്യാമ്പാറ സൈഡിൽ ഒരു വണ്ടി ഒരെണ്ണം കിടപ്പുണ്ട്. ഒരു യൂണിക്കോണാണ്. അപ്പോൾ അത് എന്തോരം വെട്ടത്തിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം. മൊത്തം മരമൊക്കെ വെട്ടിയിട്ട് മൊത്തം മൂടിപ്പോയേക്കുക വണ്ടി. മരമല്ല, നമ്മുടെ സൈഡിൽ ചെമ്പരത്തിയൊക്കെ വെട്ടിയിട്ട് മൊത്തം മൂടിപ്പോയേക്കുക. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. കണ്ടിട്ടിപ്പോൾ ഒരു 2 മാസത്തിനടുത്തായി. അപ്പോൾ ഞാനത് വണ്ടി കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ വണ്ടി കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് വണ്ടി. വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് KL 37A 7465. ഇതാണ് ആ വണ്ടി. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും. ഇപ്പോൾ വന്ന് എനിക്ക് തോന്നുന്ന ഒരു 2 മാസത്തിനടുത്തായി വണ്ടി ഇവിടെ കിടക്കുന്നു. കാരണം മൊത്തം ചവറ് കയറി പോയിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ആരാണേലും, ഓണർ ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ട വണ്ടി എൻ്റെ ഓണർ ആരാന്ന് എനിക്കറിയത്തില്ല. 2 മാസത്തിനടുത്തായി വണ്ടി ഇവിടെ കിടക്കുന്നത്. ഞാൻ കാണുമ്പോൾ ഈ വണ്ടി മൊത്തം എന്താ പറയുക, ഒരു ഡബിൾ സ്റ്റാൻഡിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ആ വണ്ടി അതിന് ശേഷം വണ്ടി മറിഞ്ഞു വീണതിന് ശേഷം വേറെ അന്നേരം വലിയ ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു. പിന്നെ മറ്റേ ചെമ്പരത്തി സൈഡെല്ലാം വെട്ടി വന്നതിന് ശേഷം ചെമ്പരത്തിയോട് കൂടി വണ്ടി മൊത്തത്തിൽ മൂടിപ്പോയി. ആരുടെ ഏത് വണ്ടിയാണോ, ഏത് വണ്ടിയാണെന്നല്ല, ആരുടെ പേരിൽ കിടക്കുന്ന വണ്ടിയാണെന്ന് നമുക്കിതുവരെ അറിയത്തില്ല. എന്തോ ഒരു അപകടം പറ്റി കിടക്കുന്ന വണ്ടിയാണ് എന്ന് മാത്രം അറിയാം. എന്താണോ സംഭവം എന്നറിയത്തില്ല. കാരണം ഇങ്ങനൊരു വണ്ടി നമുക്ക് കല്ലാറുട്ടിക്ക് മേളിലും കിടപ്പുണ്ടായിരുന്നു. സ്കൂട്ടി ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അതവിടെ മാറ്റി, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരു യൂണിക്കോൺ, കാരണം പുത്തൻ വണ്ടി പോലെ കിടന്ന വണ്ടികൾ, ഹെഡ്ലൈറ്റിനോ ഹാൻഡിലോ ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ആരെന്നറിയത്തില്ല. ഒരു വണ്ടി പ്രേമിക്ക് എന്തായാലും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനും ഇപ്പോൾ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ചോട്ടിൽ നിന്നാണ്, എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ചോട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരുടെ വണ്ടിയെന്നറിയത്തില്ല. പറ്റുവാണ് പൊന്നു ബ്രോ, വണ്ടി കൊണ്ടുപോകാൻ നോക്കുക മാക്സിമം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം വണ്ടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ് സഹിക്കത്തില്ല. അതേപോലെയാണ് വണ്ടി കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ വേണേ. 2 ടയറുണ്ട്. ഫ്രണ്ട് ടയർ ഓക്കെയാണ്. വണ്ടി ആരുടെ പേരിൽ കിടക്കുന്നതാണെന്ന് അറിയത്തില്ല. ഇതാണ് വണ്ടിയുടെ നമ്പർ. നേരത്തെ പറഞ്ഞതാണ് വണ്ടിയുടെ നമ്പർ. എന്താണ് സംഭവിച്ചേക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഒരു ആക്സിഡൻറ്റ് പറ്റിയതെന്ന് മാത്രം അറിയാം. ഒരു വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വണ്ടിയിലോട്ട് തൊടുന്നില്ല. ഒത്തിരി നാളായി കാണുന്നു എന്ന് വെച്ചാൽ ഒരു വിഷമം അത്രേ ഉള്ളൂ. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ. കാരണം ഫ്രണ്ടിലെ നമുക്ക് നോക്കുമ്പോൾ സ്റ്റമ്പ് തന്നെ വളഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. നല്ലൊരു ഇടിയാണ് ഇടിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുടെ സ്റ്റമ്പൊക്കെ വളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് നല്ലൊരു ഇടി ഇടിച്ചിട്ടുണ്ട് ആ വണ്ടി. അങ്ങനെ കിടക്കുന്നതാണ്. ആരുടെ ആണെങ്കിലും പൊന്നു ബ്രോ ഒന്ന് കൊണ്ടുപോകാൻ വണ്ടി. കാരണം ഒരു വണ്ടി പ്രേമി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു കിടക്കാം. പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കണ്ട സഹിക്കത്തില്ല ബ്രോ. അതുകൊണ്ട് പറയുന്ന കേട്ടോ. ഓക്കെ, ബൈ ബൈ.